മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആർസനൽ ടോപ്പ് 4 തന്നെ ഫിനിഷ് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇന്ന് നടന്ന മത്സരത്തിൽ ന്യൂകാസിലിനെതിരെ 1-0 വിജയമാണ് ആർസനൽ നേടിയിട്ടുള്ളത്. അപ്പൊ പോയിന്റ് ടേബിൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 37 മത്സരങ്ങളിൽ നിന്ന് 71 പോയിന്റുമായിട്ട് ആർസനൽ 2ാം സ്ഥാനത്തുണ്ട്. സിറ്റിക്ക് ഒരു മാച്ച് ഇൻ ഹാൻഡ് ഉണ്ട്. അത് ജയിച്ചാൽ പോലും ഗോൾ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ആർസനൽ തന്നെയാണ് മുമ്പിലുള്ളത്. മറ്റ് ടീമുകൾക്ക് ഒരു മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ. 66 പോയിന്റുമായി നിൽക്കുന്ന പല ടീമുകൾക്കും അത് ജയിച്ചാൽ പോലും ആർസനലിനെ മറികടക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനാണ്. ഇന്നത്തെ മാച്ചിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഈവൻ ആയിട്ടുള്ള മാച്ചായിരുന്നു. ന്യൂകാസിലിനും ആർസനലിനും ഒരുപോലെ ചാൻസുകൾ ഉണ്ടായിരുന്നു. പൊസിഷൻ ഏതാണ്ട് 48-52 എന്ന രീതിയിലും ചാൻസുകൾ നോക്കിയാലും ഏകദേശം 12 മുതൽ 14 ചാൻസുകൾ വരെ ഇരു ടീമുകളും ഈ മാച്ചിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ആർസനൽ സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേവിഡ് റായയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മളിന്ന് കണ്ടത്. ഒറ്റയ്ക്ക് തന്നെ പുള്ളി ആർസനലിനെ ഇന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. കാരണം റായയുടെ റിഫ്ലെക്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി 1-2 സെറ്റ് പീസിന് വന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പുള്ളി ഡൈവ് ചെയ്തുകൊണ്ട് സേവ് ചെയ്യുന്ന ചാൻസുകൾ ഉണ്ടായിരുന്നു. ഡബിൾ സേവ് ഉണ്ടായിരുന്നു. വളരെ ക്ലോസ് റേഞ്ചിൽ വെച്ചിട്ട് ബോൾ പിടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ഡാൻബേൺ ഒക്കെ കിട്ടിയിട്ടുള്ള ഹെഡർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു പ്യൂർ റിഫ്ലക്റ്റ് തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഒഫൻസീവിൽ നോക്കിക്കഴിഞ്ഞാൽ ആർസനൽ സൈഡിൽ നിന്ന് സാക്കയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു. ട്രൊസാർഡിന് 1-2 ചാൻസുകൾ കിട്ടി. ഫസ്റ്റ് ഹാഫിൽ ഡെക്ലൻ റൈസിന് ചാൻസ് കിട്ടി. പക്ഷെ ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ന്യൂകാസിലിന്റെ ഡിഫൻസും സോളിഡ് ആയിരുന്നു. വലിയ മിസ്റ്റേക്കുകളൊന്നും അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിൽ ആയതോടെ എസ്പെഷ്യലി ആ മിഡ്ഫീൽഡ് പെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂകാസിലിന് കഴിയുന്നുണ്ടായിരുന്നു. പലപ്പോഴും റൈറ്റ് വിങ്ങിലൂടെയും മിഡ്ഫീൽഡിലൂടെയും അറ്റാക്കുമായിട്ട് ഗുയ്മരസ് ആയാലും ടൊണാലി ആയാലും മുമ്പോട്ട് വരുന്നത് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആന്റണി ഗോർഡന്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് ആർസനൽ ആ ഒരു വിന്നിങ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. പുള്ളി റൈറ്റ് വിങ്ങിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഹെവി ടച്ച്, ആ ബോൾ പോകുന്നത് ഓഡിഗാർഡിന്റെ കാലിലേക്കാണ്. ഓഡിഗാർഡ് ഒരു ടച്ച് എടുത്തിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പാസ് പോസ്റ്റിലേക്ക് ഇട്ടു കൊടുക്കുന്നു. അവിടെ മറ്റാരുമല്ല, ഡെക്ലൻ റൈസ്, റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. പുള്ളിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് എഫേർട്ട് ഷോട്ട് ഇന്നത്തെ മത്സരത്തിൽ ക്രൂഷ്യൽ ആയിരുന്നു. കറക്റ്റായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് ആ ഷോട്ട് പോവുകയും ചെയ്തു. ഗോൾ കീപ്പർ ചാടിയൊക്കെ നോക്കി, പക്ഷേ ആ ബോളിന്റെ പ്യൂർ സ്പീഡ് കീപ്പറെ ബീറ്റ് ചെയ്തു. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ 1-0 ലീഡിലേക്ക് ആർസനൽ എത്തുകയാണ്. പിന്നീട് 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഇരു ടീമുകൾക്ക് ഉണ്ടായിരുന്നു. ആർസനലിന് അവസാനം 2-3 കിഡിലൻ ചാൻസ് കിട്ടി. പക്ഷേ ഫൈനൽ തേർഡിൽ സ്ലോപ്പി ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ട്രൊസാർഡിന്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കുകൾ വന്നു. ആ ഷോട്ട് എടുക്കേണ്ട സമയത്ത് ഷോട്ട് എടുക്കുന്നില്ല. ബോൾ കറക്റ്റായിട്ട് റിലീസ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. 1-2 കൗണ്ടറുകൾ അവസാന ടച്ചിൽ നിന്ന് കൈവിട്ടു പോയ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഒരു 2 ഗോളിലേക്കോ 3 ഗോളിലേക്കോ ഒക്കെ കാര്യങ്ങൾ പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ന്യൂകാസിലിനെ സംബന്ധിച്ചിടത്തോളം സെറ്റ് പീസിൽ നിന്ന് കിഡിലെ 3-4 ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. പോസ്റ്റിന് പുറത്തു നിന്നുള്ള 2-3 ഷോട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ രായ സോളിഡ് ആയിട്ട് ഇന്ന് ആർസനലിനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് പെൻട്രേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 1-0 ലീഡോടെ ആർസനൽ വിജയിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സീസൺ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർടെറ്റ ട്രോഫിലെസ് ആണ്. ഡൊമസ്റ്റിക് കപ്പ് ആയാലും ചാമ്പ്യൻസ് ലീഗ് ആയാലും പുള്ളിക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അടുത്ത സീസൺ ആർസനലിനെയും ആർടെറ്റയെയും സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. ഇനി ഒരു സീസൺ ആർസനൽ ആർടെറ്റയ്ക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആർസനൽ ഫാൻസും പറയുന്നത് ചിലപ്പോൾ ആർടെറ്റയുടെ അവസാന സീസൺ ആവാനുള്ള എല്ലാ ചാൻസും ആണെന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇൻവെസ്റ്റ്മെന്റ് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. പല ഓപ്പർച്യൂണിറ്റിയും ആർസനൽ മിസ് ചെയ്തു. ജയിക്കേണ്ട സീസൺ കപ്പ് അടിച്ചിട്ടില്ല. ചാമ്പ്യൻസ് ലീഗിൽ ഒരു നല്ല റണ്ണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം അവിടെ നിന്നും പുറത്തുപോയി. ഡൊമസ്റ്റിക് കപ്പിലും കാര്യമായിട്ടൊരു മുന്നേറ്റം നടത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞതുമില്ല. അതുകൊണ്ട് ഇപ്പോൾ സുബിമണ്ടീനെ അവരെ സൈൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രൈക്കറെ കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഒഫൻസിന്റെ വീക്ക്നെസ് മാറ്റി നിർത്താൻ സാധിച്ചേക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആർസനലിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.